സ്ത്രീ സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്ന് APJ അബ്ദുൽ കലാമിന്റെ പുസ്തകത്തിന്റെ വിവർത്തനത്തിന്റെ പ്രകാശനം വേണ്ടെന്ന് വെച്ചു. മുഖ്യാതിഥിയായി പങ്കെടുക്കാനിരുന്ന ബ്രഹ്മവിഹാരിദാസ് സ്വാമി സ്ത്രീകളുള്ള വേദിയിലേക്കില്ലെന്ന നിബന്ധന വെച്ചതിനെ തുടർന്ന് സംഘാടകർ വിവർത്തകയെ വിലക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം. പുസ്തക പ്രസാധകരെ ന്യായീകരിച്ച് പ്രമുഖ എഴുത്തുകാരി സാറാ ജോസഫ് രംഗത്തെത്തിയതും വിവാദമായി. APJ അബ്ദുൽ കലാമിന്റെ കാലാതീതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകത്തിന്റെ പ്രകാശനമാണ് പ്രതിഷേധത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചത്. കലാമിന്റെ ആത്മീയ ഗുരുവായ പ്രമുഖ് സ്വാമിജിയുടെ അനുയായിയായ ബ്രഹ്മവിഹാരിദാസ് സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം വിവർത്തക ശ്രീദേവി എസ് കർത്തയെ വേദിയിലെത്തുന്നത് വിലക്കിയത് വിവാദമായതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. ഇതിനിടെ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എഴുത്തുകാരി സാറാ ജോസഫ് എത്തിയതോടെ പ്രതിഷേധം ശക്തമായി. എന്നാൽ സ്വാമിയെ മാറ്റി സ്ത്രീ എന്ന നിലയിൽ തന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് പ്രകാശനത്തിനെത്തിയതെന്നായിരുന്നു സാറാ ജോസഫിന്റെ വിശദീകരണം. സ്ത്രീകൾക്ക് വേണ്ടി എങ്ങനെ വാദിക്കണമെന്നും എങ്ങനെ അവരുടെ ഒപ്പം നിൽക്കണമെന്നും അവരുടെ നീതിക്ക് വേണ്ടി എങ്ങനെ പോരാടണമെന്നും എനിക്കറിയാം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആത്മപരിശോധന നടത്തേണ്ട യാതൊരു കാര്യമില്ല. തൃശൂരിൽ പരിപാടി നടക്കാത്തതിൽ അഭിമാനമുണ്ടെന്ന് ചലച്ചിത്ര സംവിധായകൻ പ്രിയാനന്ദനൻ പ്രതികരിച്ചു. കാരണം പുതിയ കാലത്തോട് അനുരഞ്ജനപ്പെട്ടു പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം. അതേസമയം വേദിയിൽ നിന്ന് സ്ത്രീകളെ വിലക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നില്ലെന്നായിരുന്നു കറന്റ് ബുക്സ് അധികൃതരുടെ വിശദീകരണം. ഒരു ആശ്രമക്കാരും അങ്ങനെ കറന്റ് ബുക്സിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. എന്തെങ്കിലും ഇതുമായിട്ട് കറന്റ് ബുക്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വരുത്താൻ ശ്രീദേവിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ കറന്റ് ബുക്സ് സ്വീകരിക്കുന്നു, ശ്രീദേവിയോട് മാറ്റി ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുവാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. മീഡിയ 1 തൃശൂർ. കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ PK പാറക്കടവ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ, സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് ആശ തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ആദ്യം PK പാറക്കടവിലേക്ക്. ശ്രീ PK പാറക്കടവ്, സാറാ ജോസഫിനെ പോലെ ലബ്ധപ്രതിഷ്ഠയായ ഒരു കഥാകൃത്ത്, ഒരു സാഹിത്യകാരി, ഒരു സാമൂഹ്യ പ്രവർത്തക ഇന്ന് സ്വീകരിച്ച നിലപാട് ആണ് ഇപ്പോൾ ഈ വിഷയം കൂടുതൽ വിവാദത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് കറന്റ് ബുക്സിന്റെ, അതായത് പ്രസാധകരുടെ നിലപാട് കുറെ കൂടി വിശ്വാസയോഗ്യമാണ്. അതേസമയം വിവർത്തക പറയുന്ന വിശദീകരണം അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു നിലപാട്, വിശദീകരണം വിവർത്തക കൈക്കൊള്ളരുതായിരുന്നു എന്നാണ് അവരുടെ നിലപാട്. എന്താണ് താങ്കളുടെ അഭിപ്രായം, നിലപാട് ഇക്കാര്യത്തിൽ? ബഹുമാന്യനായ ഒരു സന്യാസി പങ്കെടുക്കുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വേദിയിൽ സ്ത്രീ ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ത്രീയാണ് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന് നമ്മൾ മറന്നുപോയി, ശ്രീദേവി കർത്ത. പക്ഷെ വേദിയിൽ സ്ത്രീ പാടില്ല. MM ബഷീർ രാമായണത്തെക്കുറിച്ച് എഴുതാൻ പാടില്ല. കറന്റ് ബുക്സിൻ്റേത് സ്ത്രീവിരുദ്ധമായ നടപടിയാണ്. സാറാ ടീച്ചറും നിർഭാഗ്യവശാൽ സ്വീകരിച്ചത് സ്ത്രീവിരുദ്ധമായ നടപടിയാണ്. ഈ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ സാറാ ടീച്ചർ വരേണ്ടതായിരുന്നു. കേരളത്തിലെ പൊതുബോധം നിയന്ത്രിക്കുന്നത് നിർഭാഗ്യവശാൽ ഒരുതരം പൈങ്കിടി സെക്യുലറിസ്റ്റുകളാണ്. അവർ എന്ത് പറയുമ്പോഴും ചേകരനൂരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ബഹുമാന്യനായ സന്യാസിയുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം മതപണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മൊല്ലാക്കായിരുന്നെങ്കിലോ നമ്മുടെ പൈങ്കിടി മതേതരക്കാർ ഇതിൻ്റെ വേര് താലിബാനിലും IS-ലും കണ്ടെത്തും. ഏത് വിപ്ലവകാരിയാണെങ്കിലും ഒരുതരം മൃദുഹിന്ദുത്വമാണ് സെക്യുലറിസം എന്ന കാഴ്ചപ്പാട് എങ്ങനെയോ ഇവിടെ വളർന്ന് വന്നിരിക്കുന്നു. തൃശ്ശൂരിലെ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ ഞാൻ പറഞ്ഞതുപോലെ സാറാ ടീച്ചറെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സാറാ ടീച്ചറുടെ നിലപാട് ഇക്കാര്യത്തിൽ ശരിയായില്ല. ഗുൽബർഗിക്ക് അന്ധവിശ്വാസത്തെക്കുറിച്ച് എതിരെ സംസാരിക്കാൻ പാടില്ല. പ്രാതൽ കഴിക്കുമ്പോൾ തോക്കുകൊണ്ട് അതിന് മറുപടി പറയും. MM ബഷീറിന് രാമായണത്തെക്കുറിച്ച് എഴുതാൻ അവകാശമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ബഷീർ എന്നാണ്. ആ കോളം ഭീഷണി കൊണ്ട് നിർത്തിക്കും. KP രാമനുണ്ണിക്ക് ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് പറയാൻ പാടില്ല. അത് മുസ്ലിം പ്രീണനമാകും. നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത് ദേശീയ പത്രത്തിൽ സ്ഥിരമായി മേഞ്ഞു നടക്കുന്ന ചില പൈങ്കിടി സെക്യുലറിസ്റ്റുകൾ ഉണ്ടാക്കിയ പൊതുബോധമാണ്. തൃശൂർ കറന്റ് ബുക്സ് സംഘടിപ്പിച്ച ഇങ്ങനെ ഒരു പിന്തിരിപ്പൻ പരിപാടി എതിർത്ത് തോൽപ്പിച്ച യഥാർത്ഥ മതേതരവാദികളെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ PK പാറക്കടവ്, മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ആശ, കറന്റ് ബുക്സ് എന്നത് കേരളത്തിൽ ഏറെ പഴക്കമുള്ള, ഏറെ പരിചയസമ്പന്നരായ, ഏറെ പ്രശസ്തരായ ഒരു പ്രസാധനാലയമാണ്. അത് നാളിതുവരെ ഇത്തരത്തിൽ വിവാദപരമായ നിലപാട് സ്വീകരിച്ചതായി നമുക്കറിയില്ല.
ഇക്കാര്യത്തിൽ അവരുടെ ഔദ്യോഗിക വിശദീകരണം തന്നെ വിവർത്തകയെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ചടങ്ങ് ലളിതമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ ആ വിവർത്തക ആരോപിച്ചതുപോലുള്ള ആരോപണങ്ങൾ അത് ശരിയല്ല, അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ ഈ ആശ്രമവുമായോ കറണ്ട് ബുക്സുമായോ നടന്നിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ആ വിശദീകരണം വിശ്വാസയോഗ്യമല്ലേ? ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം കറണ്ട് ബുക്സ് തരുന്ന ഒരു വിശദീകരണം ശരിയാണോ ശരിയല്ലേ എന്ന് അറിയില്ല. പക്ഷേ സാധാരണ നിലയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലങ്ങളിൽ ഒരു പുസ്തകം വിവർത്തന പുസ്തകം പ്രസാദനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വിവർത്തക അല്ലെങ്കിൽ വിവർത്തകൻ അവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് വിവർത്തകയെ മാറ്റി നിർത്തിയതെന്ന് വിവർത്തക പറയുമ്പോൾ മറ്റൊരു കാരണവുമില്ല നമുക്ക് അവരെ വിശ്വസിക്കാനായിട്ട്. അതുകൊണ്ട് ആ സ്ത്രീയെ വിശ്വസിക്കുകയും ആ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയെ മാറ്റി നിർത്തിയത് നമ്മൾ കാണുകയും ചെയ്തു. അത് ശരികേടാണ്. ആ ഒരു ശരികേടിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെ കൃത്യമായി അതിന്റെ ഒരു എതിർപ്പ് കാണിക്കാനും തൃശ്ശൂരിലെ കുറച്ചുപേര് മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ശ്രീദേവി എസ് കർത്താവിന്റെ ടെലിഫോൺ ലൈനിൽ. ശ്രീദേവി, ഇവിടെ കറണ്ട് ബുക്സിന്റെ ഔദ്യോഗിക വിശദീകരണം ശ്രീമാൻ ജോണിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അത് വിവർത്തകയെ മാറ്റി നിർത്തുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഈ ആശ്രമവുമായും കറണ്ട് ബുക്സുമായി ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ താങ്കളുടെ വിശദീകരണം അമിതമായി പോയി എന്നാണ് ശ്രീമാൻ ജോണിയുടെ വാദം. എന്താണ് താങ്കളുടെ പ്രതികരണം അതിനോട്? വിവർത്തകയെ മാറ്റി നിർത്തുന്നു എന്താണ് യഥാർത്ഥത്തിൽ വിവർത്തകയും എഴുത്തുകാരിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് ജോണി എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വിവർത്തനം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. രണ്ട് ഭാഷയിൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മനസ്സ്, അതിനെ ഗ്രാസ്പ് ചെയ്യുന്ന മനസ്സ്, അതിനെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു ക്രിയേറ്റീവ് ഒരു ഫാക്കൽറ്റി ഉള്ള ഒരാൾക്ക് മാത്രമാണ് വിവർത്തനം ചെയ്യാൻ കഴിയുക. അത് ഒരു കുറഞ്ഞ ഒരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവര് പുലർത്തി വരുന്ന ഒരു പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, മലയാളത്തിലെ നമ്മൾ വായിച്ചിട്ടുള്ള എല്ലാ ക്ലാസിക്സും വിവർത്തനങ്ങളാണ്. ഡോസ്റ്റോവസ്കിയും ടോൾസ്റ്റോയും മുതൽ ഏറ്റവും പുതിയ റൈറ്ററിന്റെ വരെ എല്ലാ ക്ലാസിക്സും നമ്മൾ വായിച്ചിരിക്കുന്നത് മലയാളത്തിലേക്കാണ്. അതിന്റെ അർത്ഥം ബംഗാളി സാഹിത്യം വിവർത്തനമല്ലേ? അപ്പോ അതൊക്കെ എന്താ കുറഞ്ഞതാണോ? പിന്നെ ഈ ഒറിജിനൽ റൈറ്റർ, ഞാനൊരു ഒറിജിനൽ റൈറ്ററാണ്, ഞാനൊരു കവിയാണ്, ഞാൻ സ്റ്റോറീസ് എഴുതുന്ന ആളാണ്, ഞാൻ വിവർത്തനവും ചെയ്യുന്ന ആളാണ്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായ ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. അപ്പൊ ഒരു വിവർത്തകയെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അതൊരു അധമമായ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്. ശ്രീദേവി, ഒരു കാര്യം കൂടി, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം, ഒരു വിവർത്തക എന്ന നിലയിൽ താങ്കളുടെ സാഹിത്യ മൂല്യം അത് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു സന്യാസ ആശ്രമത്തെക്കുറിച്ച ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സന്യാസി ഒരു മറ്റൊരു വ്യക്തിയിൽ ചെലുത്തിയ ആത്മീയ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ അതേക്കുറിച്ച് താങ്കൾ ഗവേഷണം നടത്തിയിട്ടുണ്ടാകും, ആ സന്യാസാശ്രമത്തിന്റെ നിലപാടുകളെക്കുറിച്ച് താങ്കൾ ബോധവതിയായിട്ടുണ്ടാകും. എന്നിട്ടും അത്തരം ഒരു പുസ്തകം സെലക്ട് ചെയ്ത് അത് വിവർത്തനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പരിഭവം ഉന്നയിക്കുന്നതിൽ കാമ്പുണ്ടോ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? അതിന് എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അബ്ദുൽ കലാം എന്ന മഹാനായ മനുഷ്യനിലുള്ള ഒരു വിശ്വാസമാണ് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, മറ്റൊന്നും ചിന്തിക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായത്. പിന്നെ മാത്രമല്ല, നമ്മള് ഇതിന് മുൻപ് അബ്ദുൽ കലാമിന്റെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം തന്റെ ആധ്യാത്മിക ആചാര്യനുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ മാത്രമല്ല പങ്കുവെക്കുന്നത്. അദ്ദേഹം മറ്റു ചില എല്ലാ പുസ്തകങ്ങളിലെയും പോലെ ഒരുപാട് മൂല്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. യൂത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ അവെയർ ആവേണ്ട ഒരു ആവശ്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പുസ്തകം മുഴുവൻ വായിച്ച ശേഷമാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ സന്യാസ സംഘത്തിന് അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു വർക്ക് അതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഇൻസിഡന്റ് വരുന്നവരെ, ഈ ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നത് വരെ ഇപ്പോഴും ഞാൻ അവരെ ജഡ്ജ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ വേറൊരു തലത്തിൽ ഉള്ള ഒരാൾക്കാരായിരിക്കാം, ഞാൻ അവരെ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. റൈറ്റ്. ശ്രീദേവി, വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഒരു വിവർത്തക അല്ലെങ്കിൽ ഒരു സാഹിത്യകാരി, അവർക്ക് രാഷ്ട്രീയമോ ആത്മീയമോ ധാർമ്മികമോ ആയ നിലപാടുകൾ ഉണ്ടാകാം, പക്ഷെ അതൊന്നും വിവർത്തക എന്ന നിലയിലുള്ള അവരുടെ സാഹിത്യ മൂല്യത്തെ ഇല്ലാതാക്കുന്നില്ല എന്ന് തന്നെയല്ലേ താങ്കളുടെ നിലപാട്? തീർച്ചയായിട്ടും അതെ. ഇതൊരു ജോലിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ആധ്യാത്മിക കൃതികൾ വായിക്കുകയും ആധ്യാത്മിക കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അത്തരം മേഖലകളെ കുറിച്ച് അന്വേഷണം നടത്തുന്ന ആളാണ്.
അതുകൊണ്ട് തന്നെ ഒരു അബ്ദുൽ കലാമിനെ പോലെ സർവ്വസമ്മതനായിട്ടുള്ള ഒരാള്, വളരെ താത്വികനായിട്ടുള്ള ഒരാള് എഴുതിയ പുസ്തകത്തെ ഞാൻ അവിശ്വസിക്കാൻ സാധ്യമല്ല. എനിക്കതിന് കാരണങ്ങളില്ല. കാരണം ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും എല്ലാം വളരെ ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഗുരുസ്ഥാനമായിട്ടാണ് ഈ സ്ഥലത്തെ എപ്പോഴും പ്രതിപാദിച്ചിട്ടുള്ളത്. അതിന് എഗൻസ്റ്റ് ആയിട്ട് യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ആവശ്യം അതിൽ നിന്ന് വന്നപ്പോൾ അത് വളരെ ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. റൈറ്റ്. ശ്രീദേവി, അപ്പോൾ താങ്കൾ പറയുന്നത് ഈ പറയുന്ന ആശ്രമത്തിന് ഇങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു എന്ന് തനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരു ആശ്രമം എന്തായിരുന്നുവെന്നും ആശ്രമത്തിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ ഇതായിരുന്നുവെന്നും. മാത്രമല്ല, താങ്കൾ വളരെയധികം ബഹുമാനിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന വ്യക്തി ഈ പറഞ്ഞ നിലപാടുകളെ കൂടി പിന്തുണയ്ക്കുകയാണ് ഒരുപക്ഷെ മറ്റേ ആളുടെ അല്ലെങ്കിൽ ആ സന്യാസിയുടെ ആത്മീയ സ്വാധീനത്തിൽ പെടുന്നതിലൂടെ. അപ്പോൾ താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ചില നിലപാടുകൾ തിരുത്തി പറയേണ്ടി വരും. ഞാനിപ്പോൾ ആ നിലപാട് തിരുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്തരം ഒരു ആവശ്യം, ഇത്തരം ഒരു ആചാരബദ്ധതയിൽ പെട്ട് കിടക്കുന്ന ഒരു ആശ്രമം എന്ത് തരം ആത്മീയതയാണ് ഉദ്ഘോഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിവർത്തനം ചെയ്ത പുസ്തകം പിൻവലിക്കുമോ? അത് അവരുടെ പുസ്തകമല്ലേ, ഞാൻ പിൻവലിക്കാം? ഞാൻ എഴുതിപ്പോയ അക്ഷരങ്ങളാണ്, അതെനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. അത് അവരുടെ പുസ്തകം, അവർ കാശ് കൊടുത്ത് അവരിറക്കാൻ പോകുന്ന പുസ്തകത്തെ ഞാൻ എങ്ങനെയാണ് പിൻവലിക്കുക? അതായത് ശ്രീദേവി, താങ്കൾ ചെയ്ത സാഹിത്യ പ്രവർത്തനം അവിടെ നിലനിൽക്കുന്നു. ഇത്രയും പറയാം, ഞാൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സംഘമാണ് ഈ സന്യാസിമാർ എന്ന് കരുതിയിരുന്നു. ഞാൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. റൈറ്റ്. അതായത് കറണ്ട് ബുക്സുമായുള്ള കരാർ പ്രകാരം താങ്കൾ എഴുതാനുള്ളത് എഴുതി നൽകി, പക്ഷെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോൾ താങ്കൾ പിന്മാറുന്നു എന്നല്ലേ? ധാർമ്മിക ഉത്തരവാദിത്തമല്ല, എന്റെ വിശ്വാസം, ഞാൻ ഒരാളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ തകർച്ച സംഭവിച്ചു എന്ന് മാത്രമാണ്. അത് മുൻകൂട്ടി കാണാൻ ഞാനൊരു എന്താ പറയുക, ഞാൻ ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല. റൈറ്റ്. ശ്രീദേവി, ഞാൻ അവസാനമായ ഒരു കാര്യം കൂടി, ഒരല്പം കടുത്ത ചോദ്യമെന്ന് എനിക്ക് തന്നെ തോന്നുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു സാഹിത്യ സൃഷ്ടി ആ സാഹിത്യ സൃഷ്ടാവിന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ആ സൃഷ്ടിയെ തള്ളിപ്പറയേണ്ട സാഹചര്യമാണ് ശ്രീദേവിക്കുള്ളത്. ഞാൻ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്, ഞാൻ വളരെ ആത്മാർത്ഥമായി ചെയ്തൊരു വർക്കാണ്. ഞാൻ ഡിസപ്പോയിന്റഡ് ആയി എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നിരാശപ്പെടുന്നു. കാരണം ആ ആശ്രമാധിപതി സക്സസറായി തിരഞ്ഞെടുക്കുന്ന ആളുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളിപ്പോ കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിരാശയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ആശ്രമത്തെ മുഴുവൻ തള്ളിപ്പറയുകയോ ആ ആശ്രമാധിപനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാനോ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് പേഴ്സണൽ പരിചയമില്ല. അങ്ങനെ ഒരാളെ ഞാൻ അടച്ചാക്ഷേപിക്കില്ല. റൈറ്റ്. ശ്രീദേവി, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കെ വേണു ഉണ്ട് ടെലിഫോൺ ലൈനിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ കെ വേണു, ഒന്നിലധികം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈയിടെ ഉണ്ടായ വിവാദ സംഭവങ്ങൾ ഉയർത്തുന്നത്. ഒന്ന്, ഒരു വിവർത്തകയുടെ സാഹിത്യ മൂല്യം. മറ്റൊന്ന്, സ്ത്രീ എന്ന നിലയിൽ ഒരു വിവർത്തകയ്ക്ക് ലഭിക്കേണ്ട അംഗീകാരം. മറ്റൊന്ന്, കേരളത്തിൽ നടക്കുന്ന സാഹിത്യ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒഴിവാക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങൾ ഏതൊക്കെ? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഈ സംഭവം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തുടർന്നുണ്ടാകാൻ പോകുന്ന ചില മുന്നേറ്റങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ നാന്ദിയായി കാണാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതൊക്കെ വളരെ സാങ്കേതികം എന്ന് പറയാവുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണ്. യഥാർത്ഥ പ്രശ്നം ഈ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു എന്താ പറയാ കൃത്യമായ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ട് എന്നുള്ള പ്രശ്നം ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഞാൻ പറയുന്ന വിഷയം ഇതാണ്. മനുസ്മൃതി പറയുന്നത് സ്ത്രീകളെയും ചണ്ടാളരെയും ഒക്കെ ഏറ്റവും അധസ്ഥിത സാമൂഹ്യ വിഭാഗങ്ങളായി കണക്കാക്കുന്ന ഒരു മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്താ പദ്ധതി ഇവിടെ ഇപ്പൊ ആധിപത്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനൊക്കെ മനുസ്മൃതി കത്തിക്കുന്നതിന് കൂട്ടുനിന്നിട്ടുള്ള ആളാണ്. ആ സമയത്ത് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഹിന്ദുത്വവാദികൾ പറയാറുള്ളത് ഹിന്ദുത്വ ചിന്തയും ധാർമ്മിക സമീപനവും അനുസരിച്ച് സ്ത്രീയെ ഏറ്റവും ഉന്നത തലത്തിലാണ് കാണുന്നത്, ദൈവതുല്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീയെ എങ്ങനെയാണ് ഈ ഹിന്ദുത്വ ധാർമ്മികതയുടെ അപ്പോസ്തലന്മാര് കാണുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഇതിൽ കണ്ടത്. ഒരു വലിയ അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ വളരെയധികം ആരാധ്യമായ രീതിയിൽ അംഗീകരിച്ച ഒരു ആശ്രമത്തിന്റെ അധിപതി അല്ലെങ്കിൽ അധിപതിയുടെ അടുത്ത ഇതാവാൻ പോകുന്ന ആള് എടുത്ത സമീപനമാണത്. വളരെ അങ്ങേറ്റം
സ്ത്രീ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ ഒരു സമീപനം സ്വീകരിക്കുകയുണ്ടായി. അതൊരു വസ്തുതയാണ്. അതിവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നിട്ട് പറഞ്ഞിട്ട് ഈ സാങ്കേതിക വിഷയങ്ങൾ ട്രാൻസ്ലേറ്റർ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയിലേക്ക് കറണ്ട് ബുക്സിന്റെ ജോഡിയെ പോലുള്ളവരൊക്കെ അതിനെ മാറ്റി തീർക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഇതിന് വസ്തുതകൾ അറിയാവുന്നതാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായും ഈ ശ്രീദേവി പറഞ്ഞ അതേ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണ്. ആ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീദേവിയെ പങ്കെടുപ്പിക്കാതിരുന്നതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആ പങ്കെടുപ്പിക്കാതിരുന്ന തീരുമാനത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. റൈറ്റ് കെ വേണു, അത് ശരിയാണ്. ശ്രീദേവി അത് അംഗീകരിക്കുന്നു. അവർ ഇപ്പോൾ ഇതാ നിലപാട് പോലും തിരുത്തിയിരിക്കുന്നു. താൻ ആ പുസ്തകം ചെയ്യരുതായിരുന്നു, മുൻപ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു എന്ന് ഇപ്പോൾ അവർ പറയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ കറണ്ട് ബുക്സിന്റെ ഔദ്യോഗിക വിശദീകരണ പ്രകാരം ഒരു വിവർത്തകയെ സാഹിത്യ പ്രസാധന ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുന്നു. അതിനെ കേവലം സാങ്കേതിക പ്രശ്നമായി മാറ്റാൻ കഴിയുമോ? കാരണം വിവർത്തനവും ഒരു സാഹിത്യമല്ലേ? മാത്രമല്ല ഇവിടെ വിവർത്തനം നടത്തിയിട്ടുള്ളത് ഒരു സ്ത്രീയാണ്. ആ ഒരു ലിംഗരാഷ്ട്രീയം കൂടി ഇവിടെ ഉയർന്നു വരില്ലേ? അത് ഞാനതിന്റെ ആ വിഷയത്തിലേക്ക് ഒരു തർക്ക വിഷയമായിട്ട് കടന്നില്ലായിരുന്നു. അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്നാണ്. അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രസാധകര് ഈ എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ റിലീസ് ചടങ്ങിലൂടെ ഒന്നല്ല പ്രസിദ്ധീകരിക്കാറുള്ളത്. പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും വിവർത്തകരെ വിളിച്ചിട്ടുണ്ടോ വിളിക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചാലേ ആ നിലപാടിന്റെ സാധ്യത കൃത്യമായിട്ട് പറയാൻ പറ്റും. തത്വത്തിൽ നമുക്ക് പറയാം, തീർച്ചയായിട്ടും വിവർത്തക ഒരു സാഹിത്യകാരിയാണ്, അതുകൊണ്ട് ഇത്തരം ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്ന്. പക്ഷെ പ്രസാധകർക്ക് തിരിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് അവരെങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ആ അർത്ഥത്തിൽ അത് തത്വപരമായി വിമർശിക്കാമെങ്കിൽ തന്നെ അവരുടെ രീതി കീഴ്വഴക്കം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് താരതമ്യേന ഒരു സാങ്കേതിക വിഷയമായിട്ട് നിൽക്കുന്നു എന്ന് പറയേണ്ട കാരണം അതാണ്. തീർച്ചയായിട്ടും വിവർത്തകയെ പങ്കെടുപ്പിക്കണമെന്ന് നമുക്ക് പറയാം ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട്. പക്ഷെ ഇതുവരെ അതായിരുന്നോ എന്നുള്ളത് പരിശോധിച്ചാലേ അറിയാൻ പറ്റും. മറ്റ് പ്രസാധകരെല്ലാവരും തർജ്ജമക്കാരെ ഈ ഇത്തരം വേദികൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. എന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള ദയവായി തുടരുക. പി കെ പാറക്കടവ്, ഇവിടെ ഈ സംഭവത്തിന് പിന്നിൽ ഹിന്ദുത്വ അജണ്ടയുണ്ട് എന്ന ആക്ഷേപത്തെ, അങ്ങനെ ആക്ഷേപമുണ്ട് എന്ന് ഉന്നയിച്ച വിവർത്തക തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമൊരു ആശ്രമമാണ് ഇതിന് പിന്നിലുണ്ട് എന്ന് താൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സാഹിത്യ പ്രവർത്തനത്തിൽ താൻ മുതിരില്ലായിരുന്നു എന്ന് പോലും അവർ പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സാംസ്കാരിക ലോകത്തുനിന്നുണ്ടായും കഴിഞ്ഞു. പക്ഷേ ആ മറ്റ് രണ്ട് ചോദ്യങ്ങൾ, ഞാൻ ആദ്യം ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. വിവർത്തനം സാഹിത്യ പ്രവർത്തനമല്ലേ? വിവർത്തകർക്ക് വേണ്ടത്ര അംഗീകാരം മലയാള സാഹിത്യ ലോകം, പ്രസാധന ലോകം നൽകുന്നുണ്ടോ? നിങ്ങളെ ബേസിക് ആയിട്ടുള്ള ഈ ഇതിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അകന്ന് ഇത് മറ്റൊരു തരത്തിലേക്ക് വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. കെ വേണു പറഞ്ഞതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഒരു ഹിന്ദു ബഹുമാന്യനായ ഒരു ഹിന്ദു സന്യാസി പങ്കെടുക്കുന്ന ചടങ്ങിൽ വേദിയിൽ ഒരു സ്ത്രീ വരാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അത് വേറെ തരത്തിൽ തിരിച്ചുവിടരുത്. ഒരു ഹിന്ദു സന്യാസി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു മൊല്ലാക്ക അല്ലെങ്കിൽ ഒരു മുസ്ലിം മത പുരോഹിതൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ വേദിയിൽ ഒരു സ്ത്രീ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക്കായ പ്രശ്നം. അത് മാറ്റിവെച്ചുകൊണ്ട് ഈ ചർച്ച വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുന്നത് ശരിയല്ല. പിന്നെ ഒന്നാമതായി, ഒരു വിവർത്തക യഥാർത്ഥ സാഹിത്യകാരിയാണോ, വിവർത്തക എന്താണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. വിവർത്തനം സർഗാത്മകമായ ഒരു സാഹിത്യ പ്രക്രിയ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് സച്ചിദാനന്ദൻ, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ സച്ചിദാനന്ദന്റെ ഒരു അഭിമുഖമുണ്ട്. അതിൽ സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ബുദ്ധിജീവികൾ ഇവരൊക്കെ പല കാര്യങ്ങളിലും ധീരമായ സത്യം തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കെ വേണു പറഞ്ഞതുപോലെ ഹിന്ദുത്വ ശക്തികളെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോലും ചിലപ്പോഴും മിണ്ടാതിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് കറന്റ് ബുക്സ് തൃശ്ശൂർ സംഘടിപ്പിച്ച പരിപാടി നടന്നില്ല എന്നുള്ളത് ആഹ്ലാദകരമാണ്. അത് നടക്കാൻ അനുവദിക്കാത്ത കേരളത്തിലെ പ്രബുദ്ധരായ യഥാർത്ഥ മതേതരവാദികളെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീദേവി കർത്ത ഒരു സ്ത്രീയായി പോയതിൻ്റെ പേരിൽ അവർ വേദിയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ കേരളത്തിലെല്ലാവരും അപലപിക്കുകയാണ് വേണ്ടത്. ഒരുതരം പൈങ്കിളി മതേതരത്വമാണ് നമ്മുടെ ദേശീയ പത്രങ്ങൾ ഇക്കാലം അത്രയും മലയാളത്തിൽ വളർത്തിയെടുത്തത്. 2-3 പേര് മേഞ്ഞു നടക്കുന്ന ഒരു പൈങ്കിളി മതേതരത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ
കൃത്യമായ നിലപാടുകൾ എടുക്കാൻ എഴുത്തുകാരൻ ബാധ്യസ്ഥനാണ്. റൈറ്റ് പി കെ പാറക്കടവ്, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഗുജറാത്ത് ആസ്ഥാനമായ ഒരു ആശ്രമം, ഗുജറാത്തിൽ ഒരുപക്ഷെ താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഹിന്ദുത്വ ശക്തികളോട് എതിരിട്ട് നിൽക്കുന്ന ഒരു ഹൈന്ദവ ആശ്രമം പോലും ഉണ്ടാകില്ല. കാരണം അത്തരം ആശ്രമങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും അത്തരമൊരു ചടങ്ങിൽ MTA പോലെ ലബ്ധപ്രതിഷ്ഠനായ ഒരു സാഹിത്യകാരൻ പങ്കെടുക്കാൻ തുനിഞ്ഞു എന്നത് താങ്കൾ മുമ്പ് സൂചിപ്പിച്ച സാംസ്കാരിക ലോകം എന്തിനെയോ കണ്ട് ഭയക്കുന്നു, അത്തരം ഭയപ്പാടോടുകൂടിയുള്ള ഒരു പങ്കെടുക്കലായിരുന്നു അത്. പിന്നീട് എതിർപ്പ് വന്നപ്പോൾ പിന്മാറി എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? MT ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ MTയുടെ നിലപാടിനെ ഞാൻ എതിർക്കുമായിരുന്നു. MT ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ആഹ്ലാദകരമായൊരു കാര്യമാണ്. അതിന് വിട്ടുനിന്നു MT അതിനെ അപരവയ്ക്കുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പരിപാടി തൃശ്ശൂർ കറന്റ് ബുക്സ് സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൊല്ലാക്ക പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ, ഒരു മുസ്ലിം പുരോഹിതൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ, ഒരു സന്യാസി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സ്ത്രീ പാടില്ല എന്നുള്ളതാണ് ബേസിക്കായ ഇവിടെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഭാഷ പുരുഷനുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ചരിത്രം അവനുണ്ടാക്കിയ കെട്ടുകഥയാണ്. ഹിസ് സ്റ്റോറിയാണ് ഹിസ്റ്ററിയായി മാറിയത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ പാടില്ലാത്ത പഴം പറിച്ചു തിന്നാൻ പുരുഷനെ പ്രേരിപ്പിച്ചത് ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നമ്മൾക്ക് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഭൂമിയുടെ പാതി മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. റൈറ്റ് ശ്രീ പി കെ പാറക്കടവ്. KEN ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ KEN, ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, പൊതുവെ സന്യാസത്തിന്റെ പൗരോഹിത്യത്തിന്റെ സ്ത്രീവിരുദ്ധത, മറ്റൊന്ന് ഹിന്ദുത്വ ആശയങ്ങളുടെ സ്ത്രീവിരുദ്ധത, മറ്റൊന്ന് സാഹിത്യരംഗത്ത് വിവർത്തകർക്ക് ലഭിക്കേണ്ട അംഗീകാരം, അതൊരു സ്ത്രീ വിവർത്തകയാണെങ്കിൽ സ്ത്രീ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം ഉൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവവും ഒരു വിവാദവുമാണ് കടന്നുപോയത്. ഇതിൽ ഇക്കാര്യത്തിൽ മലയാളത്തിലെ സാംസ്കാരിക ലോകം, മലയാളത്തിലെ സാഹിത്യ ലോകം ഈ പറഞ്ഞ ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തമല്ല എന്ന് ഇന്നത്തെ സംഭവത്തോടെ തെളിഞ്ഞു. കാരണം അതിശക്തമായ പ്രതിഷേധമുയർന്നു. ഈ സംഭവത്തെ അനുകൂലിച്ചവരെ ഒറ്റപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ആ പരിപാടി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. മലയാള സാഹിത്യ ലോകം അതിൻ്റെ ദൗർബല്യങ്ങൾ കൈവിട്ടുകൊണ്ട് ഉണർന്നു വരുന്നതിന്റെ സൂചനയാണോ ഇത്? ആദ്യം ഈ പരിപാടി ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നു എന്നുള്ളത് കേരളത്തിന്റെ പ്രബുദ്ധതയുടെ അഭിമാനാർഹമായ വിജയമായിട്ട് നമുക്ക് എന്തായാലും ഉയർത്തിപ്പിടിക്കാൻ കഴിയും. പക്ഷെ അതേ സമയം തന്നെ കേരളത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അശ്ലീല കാഴ്ചപ്പാടിന് സൂചികുത്താൻ ഇടം കിട്ടിയത് എന്നതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടി വരും. ഇതിനു മുമ്പും വലതുപക്ഷം ജനാധിപത്യത്തെ വേട്ടയാടുന്ന തരത്തിൽ വളരെ വിധ്വംസകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾ കാണാത്ത കേൾക്കാത്ത തരത്തിലുള്ള ഒരു പുതിയ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ഒരു പൊതു ഇടത്തിൽ നിന്ന്, സ്വകാര്യ ഇടത്തിൽ നിന്നല്ല, സ്വകാര്യ ഇടത്തിൽ നിന്ന് തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ന്യായം പറഞ്ഞ് ആളുകൾക്ക് സ്വകാര്യമായിട്ട് അത് വെക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പൊതു ഇടത്തിൽ നിന്ന് ഒരു ജനാധിപത്യ അവകാശം റദ്ദാക്കാനുള്ള ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. അതും ഏതെങ്കിലും തരത്തിൽ അറിവിന്റെയോ അനുഭവത്തിന്റെയോ പരിമിതി അനുഭവിക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ നേതൃത്വം നൽകാൻ നിയുക്തരാണ് തങ്ങൾ എന്ന് കരുതുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് ഈ ശ്രമം ഉണ്ടായത്. സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ വിവേകാനന്ദൻ മുതൽ, ഇന്ത്യൻ സന്യാസത്തിലെ പച്ചപ്പ് എന്ന് പ്രകീർത്തിക്കപ്പെട്ട വിവേകാനന്ദൻ മുതൽ പലരും സന്യാസത്തെ കുറിച്ച് പല തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദന്റെ കത്തുകളിലൂടെയും മറ്റും കടന്നു പോകുമ്പോൾ അദ്ദേഹം പങ്കുവച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമായി ലിംഗവിവേചനമന്യേ അദ്ദേഹം പങ്കുവച്ച വികാര വായ്പകളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾക്ക് അപ്പുറത്തേക്ക് കടന്നു എന്ന് കരുതുന്ന ജിതേന്ദ്രിയനായ ഒരാൾ വളരെ ചെറിയ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി. അതൊരർത്ഥത്തിൽ വല്ലാത്തൊരു പതനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അനിവാര്യമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. റൈറ്റ്, വളരെയധികം നന്ദി KEN ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് ആശ, ഇവിടെ PK പാറക്കടവ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വിവർത്തക ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതായത് കറണ്ട് ബുക്സിന്റെ ഔദ്യോഗിക വിശദീകരണ പ്രകാരം പോലും
താൻ നേരിടുന്ന ഒരു വിവേചനം ഒരു വിവർത്തക സാഹിത്യകാരിയല്ല എന്ന ചോദ്യം, അത്തരം ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പി കെ പാറക്കടവിലൂടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ചർച്ചയെ വഴിതിരിച്ചുവിടുന്നുണ്ടോ? ഇവിടെ പറയാനുള്ള പ്രധാന സംഗതി, സ്ത്രീയുടെയും അതുപോലെ തന്നെ ശൂദ്രന്റെയും ചെവിയില് വേദം കേട്ട് കഴിഞ്ഞാൽ ഈയമൊരുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞ ബ്രാഹ്മണ്യ പുരുഷ ആധിപത്യ സംസ്കാരത്തിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഗാർഗി, മൈത്രി, ലോപമുദ്ര തുടങ്ങിയ സ്ത്രീ രത്നങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗാർഗിയുടെ ഒരു പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ ഗാർഗി എന്ന സ്ത്രീ സംഘടന സ്ത്രീകൾക്ക് വേണ്ടി തൃശ്ശൂർ ഉണ്ടാക്കിയതും ഞങ്ങൾ നിലകൊള്ളുന്നതും. സാർ ടീച്ചർ അടക്കമുള്ള ആളുകൾ നമ്മളുടെ വളരെ കൃത്യമായി തന്നെ ആശീർവാദത്തോടെ തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതും. പക്ഷേ ജോണിയോ സാറ ടീച്ചറോ സ്ത്രീവിരുദ്ധരാണ് എന്ന് പറയാനല്ല ഈ സന്ദർഭത്തെ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അത് പറയാനല്ല അത് വേണ്ടത്. സത്യത്തില് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ സ്വാമിക്ക് ഇത് വാങ്ങണ സമയത്ത് സ്ത്രീകൾ അവിടെ പാടില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആരെയാണ് ജോണി മാറ്റി നിർത്തേണ്ടിരുന്നത്? കറണ്ട് ബുക്സ് മാറ്റി നിർത്തേണ്ടിരുന്നത്? അവിടെ സ്വാമിയോട് വരണ്ട, താങ്കൾക്ക് സ്ത്രീകളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്ത്രീകളെ കാണാത്ത ഒരിടത്തിരുന്നോളൂ എന്ന് പറയുകയും വിവർത്തയെ കൊണ്ടുവരികയും അവരെഴുതിയ സാഹിത്യ സൃഷ്ടി പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ അവരെ മുൻനിരയിൽ തന്നെ ഇരുത്തുകയും വേദിയിൽ തന്നെ ഇരുത്തുകയും അവരെ ആദരിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ ഇത് പ്രകാശനം ചെയ്യാൻ വരുന്ന ആള് പറയുന്നത് കേട്ടുകൊണ്ട് അയാള് പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റേതായ എന്ത് സംസ്കാരമാണോ, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണോ, എന്ത് ഈസമാണോ, എന്ത് ആത്മീയതയാണോ, അതല്ലല്ലോ മറ്റുള്ളവർ മുന്നിൽ കാണിക്കുന്നത്. ഒരു സാഹിത്യ സൃഷ്ടിയുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രകാശന ചടങ്ങായിരുന്നു അത്. അതായിരുന്നു അവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത്. അവിടെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇവർത്തകയെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ, അതിന്റെ തെളിവെന്ത്, അതിന്റെ മറ്റു കാര്യങ്ങൾ എന്ത്, അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും ഒരു സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടോ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടോ നോക്കിക്കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ രീതിയിൽ ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ആ വേദികളിൽ, പുരോഗമനമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ സ്ത്രീകൾക്ക് ഇടമുണ്ട്. ആ ഇടം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് തൃശ്ശൂർ കണ്ട സംഗതി എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. എന്നും സമരം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ ഇടം നേടിയെടുക്കുക. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ഭാരതത്തിൽ ഗാർഗിക്ക് ഇടമുണ്ടായത്, മൈത്രിക്ക് ഇടമുണ്ടായത്, അല്ലെങ്കിൽ ലോപമുദ്രയ്ക്ക് ഇടമുണ്ടായത്. എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ഒരു മഹാപാരമ്പര്യം നമ്മൾ അങ്ങനെ അവകാശപ്പെടുന്നു, അത് നേടിയെടുക്കുന്നു, നമ്മളിവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു ശ്രീദേവിയെയും ഒരു വിവർത്തകയെയും മാറ്റി നിർത്താൻ പ്രബുദ്ധ കേരളം സമ്മതിക്കില്ല എന്ന് ഓരോ പ്രസാധകരും ഓരോ ആത്മീയവാദികളോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ആത്മീയത, ദൈവത്തിന്റെ അർദ്ധനാരീശ്വര സങ്കല്പമുള്ള ദൈവങ്ങള്, ശിവനെ പകുതി അങ്ങ് വെട്ടി മാറ്റി നിർത്തിയിട്ടാണോ ഇവര് ആരാധിക്കുന്നത്? മനസ്സിലാവണില്ല പലതും. റൈറ്റ്. അഡ്വക്കേറ്റ് ആശ, പി കെ പാറക്കടവ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടതുപോലെ ഭാരതത്തിന്റെ ഒരു സന്യാസ പാരമ്പര്യം, ആ സന്യാസ പാരമ്പര്യം സ്ത്രീകളിൽ നിന്ന്, അതായത് ലൗകിക ജീവിതത്തിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ തന്നെ എതിർലിംഗത്തിൽ നിന്ന് അകലം പാലിക്കുക എന്ന ഒരു പാരമ്പര്യം കൂടിയുണ്ട്. അത് ആ അർത്ഥത്തിൽ അതിനങ്ങനെ ഒരു വെയിറ്റേജ് നൽകിക്കൂടെ? കാരണം സാധാരണയായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വിവാദങ്ങളും സന്യാസികൾ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന വാർത്തകൾ സംബന്ധിച്ചാണ്. ഇത് അവർ സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു വെയിറ്റേജ് അവർക്ക് നൽകുന്നതിൽ അനൗചിത്യമുണ്ടോ? വേണ്ടത് സന്യാസി ഞാൻ വരില്ല എന്ന് പറയണമായിരുന്നു. സ്ത്രീകളെയല്ല വിലക്കേണ്ടത്. അങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കേണ്ടത് ആ സന്യാസിയാണ്. സ്ത്രീകളുള്ളൊരു പരിപാടിയിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് നിൽക്കുകയായിരുന്നു വേണ്ടത്. അല്ലെങ്കിൽ കറണ്ട് ബുക്സ് തൃശ്ശൂരിൻ്റെ മേധാവികൾ സന്യാസി അങ്ങ് വരണ്ട, ഞങ്ങൾ വിവർത്തകയെ വേണം, ഞങ്ങൾക്ക് സ്ത്രീകളെ ഇവിടെ വേണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞ ബേസിക്കായ പ്രശ്നം സന്യാസി പങ്കെടുക്കുന്ന ചടങ്ങിൽ, മൊല്ലാക്ക പങ്കെടുക്കുന്ന ചടങ്ങിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവകാശമില്ലേ എന്നുള്ളതാണ്. അത് പാടില്ല എന്ന് വിലക്കുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മളെ വളർത്തിയെടുത്തൊരു പൊതുബോധമുണ്ട്. ഒരു മൃദുഹിന്ദുത്വത്തിൻ്റെ സെക്യുലറിസം, ഒരു പൈങ്കിളി സെക്യുലറിസം. അവിടെയാണ് നമ്മുടെ അപകടം പതിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി ചെയ്യേണ്ടത് ഇത്തരം പരിപാടികളെ നടക്കുന്ന സ്ഥലങ്ങളിൽ ധൈര്യപൂർവ്വം കടന്നു ചെന്ന് ആ പരിപാടികൾ റദ്ദാക്കാൻ, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ യഥാർത്ഥ സെക്യുലറിസ്റ്റുകളെ
അഭിനന്ദിക്കുകയാണ് സാംസ്കാരിക ലോകം ചെയ്യേണ്ടത്. റൈറ്റ്. അഡ്വക്കേറ്റ് ആശ, ഈ പറഞ്ഞ പൈങ്കിളി സെക്യുലറിസം രൂപപ്പെടുന്നത് മുമ്പ് PK പാറക്കടവ് സൂചിപ്പിച്ചതുപോലെ ദേശീയ പത്രങ്ങളിൽ കോളം എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ ദേശീയ പത്രങ്ങളുടെ തലോടലേറ്റുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു പൈങ്കിളി സെക്യുലറിസം കേരളത്തിൽ വളർന്നു വന്നത്. ഇതുപോലെ തന്നെ സാഹിത്യ ലോകത്തിന്റെ മറ്റൊരു ദൗർബല്യമായി ചൂണ്ടിക്കാട്ടപ്പെടാവുന്നത് പ്രസാധകനെ പിണക്കാതിരിക്കുക എന്നൊരു ലൈൻ ഉണ്ടല്ലോ. ഇപ്പോൾ മുമ്പ് പ്രിയനന്ദനൻ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു ലൈൻ കൂടി ഇത്തരം അപകടം ക്ഷണിച്ചു വരുത്തുന്നതല്ലേ? എല്ലാവരും പല പല കാരണങ്ങളാൽ കൈകൾ കെട്ടപ്പെട്ടു. എന്റെ പ്രസാധകർ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ തൂലിക ഈ രീതിയിൽ എഴുതുള്ളൂ, എന്റെ ബ്രഷ് ഇങ്ങനെ ചലിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ സിനിമ പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ സാഹിത്യം എന്നുള്ളത് വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം കൂലിക്ക് എഴുതുന്ന എഴുത്തുകാരോ അല്ലെങ്കിൽ അങ്ങനത്തെ സൃഷ്ടികളൊക്കെ മാത്രമായി മാറും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സാഹിത്യ സൃഷ്ടിയെ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലല്ല. അപ്പം മൃദു ഹിന്ദുത്വ സമീപനമാണോ, പ്രസാധകരുടെ അല്ലെങ്കിൽ മുതലാളിത്ത ആളുകളുടെ കുത്തകക്കാരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന രീതിയിലാണോ അവർ പെരുമാറുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോലുമുള്ള അവകാശമില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എഴുതാൻ നിൽക്കുന്നത്? മറ്റെത്രയോ തൊഴിലുകൾ ചെയ്യാം. കൈ പിടിക്കാത്ത, കാല് പിടിക്കാത്ത, മറ്റു കാര്യങ്ങൾ ചെയ്യിക്കാത്ത ധാരാളം തൊഴിലുകളുണ്ട്. എനിക്ക് സ്വതന്ത്രമായി എഴുതാൻ സാധിക്കുന്നില്ല, എനിക്ക് സ്വതന്ത്രമായി പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് എന്റെ തൊണ്ടയ്ക്ക് ഒരാള് കഴുത്തിൽ ഒരാൾ അടച്ചു പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈക്ക് ഒരാൾ കൂച്ചുവലും ഇട്ടുകൊണ്ടോ ഒക്കെ എന്നെ കൊണ്ട് എഴുതിക്കുന്നത്? നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടുള്ള ഒരു ലോകത്താണ്. സ്വാതന്ത്ര്യത്തെ പിന്നോട്ട് തിരിച്ചു കൊണ്ടുപോകാനല്ല, അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓരോ ഇഞ്ചിലും നമ്മൾ മുന്നേറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ വികാസമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, മനസ്സിന്റെ വികാസമാണ് ആഗ്രഹിക്കുന്നത്. ആധ്യാത്മിക ലോകത്ത് നിന്നും സ്ത്രീയെ മാറ്റി നിർത്തുവാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏത് ഇടത്തിൽ നിന്നാണ് സ്ത്രീയെ മാറ്റി നിർത്താൻ സാധിക്കുക? ഭൂമിയിലേക്ക് വന്നിരുന്നത് തന്നെ അമ്മയിലൂടെയല്ലേ, സ്ത്രീയിലൂടെയല്ലേ? എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ സാധിക്കാതെ ഇരുന്നുകൊണ്ടാണോ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നത്, അല്ലെങ്കിൽ സാഹിത്യത്തെ അന്വേഷിച്ചു പോകുന്നത്, നന്മയെ അന്വേഷിച്ചു പോകുന്നത്? മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ടോ, ജീവജാലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. PK പാറക്കടവ്, അവസാനമായി ഈ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത് ഒഴിച്ചു നിർത്തൽ അല്ലെങ്കിൽ അയിത്തം കൽപ്പിക്കൽ എന്നതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഇൻക്ലൂഷൻ എന്നുള്ളത്, ചേർത്ത് പിടിക്കുക, ചേർത്ത് നിർത്തുക എന്നുള്ളത്. പൊതുവെ താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഈ പൈങ്കിളി സെക്യുലറിസത്തിന്റെ സ്വാധീനം മൂലം പല പൊതുചടങ്ങുകളിൽ നിന്നും ബോധപൂർവമോ അബോധപൂർവമോ ഒഴിവാക്കി നിർത്തുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. ദലിത് എഴുത്തുകാർ, ഇപ്പോൾ ചൂണ്ടിക്കാട്ടതുപോലെ പലപ്പോഴും സ്ത്രീ എഴുത്തുകാർ, ഒരു പക്ഷേ സാഹിത്യത്തിന്റെ അത്ര മേന്മ വിവർത്തന സാഹിത്യത്തിന് ലഭിക്കാത്തതുകൊണ്ട് വിവർത്തകർ, ഇങ്ങനെ പലരും ഒഴിച്ചു മാറ്റപ്പെടുന്നില്ലേ? ആ പ്രവണതയ്ക്കെതിരെ കൂടി ബോധപൂർവമായ ഒരു ബോധവൽക്കരണം കേരളത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ ആരെയും ഒഴിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രസാധകന് ഇങ്ങനെ നിബന്ധന വെക്കുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങളുടെ വെക്കുന്ന എല്ലാ നിബന്ധനയും ഞാൻ അനുസരിച്ച് കൊള്ളാം എന്ന് ഒരു എഴുത്തുകാരി പറയേണ്ടതില്ല. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി കുറെ കൂടി സ്വാതന്ത്ര്യ ബോധത്തോടെ പെരുമാറണം. ആ രീതിയിൽ ഇങ്ങനെയുള്ളൊരു ചടങ്ങ്, ഇങ്ങനെയുള്ളൊരു പുസ്തകം കറണ്ട് ബുക്സ് തൃശ്ശൂർ ഈ നിബന്ധന വെക്കുകയാണെങ്കിൽ ഞാനായിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു നിബന്ധനയും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഇത് കേരളത്തിൽ ഏത് പ്രസാധകനോടും പറയാനുള്ള ചങ്കൂറ്റമുള്ളവനായിരിക്കണം എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി. കാരണം പ്രസാധകന്റെ ഔദാര്യത്തിലല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്തിമമായി വായനക്കാരാണ് വിധി കൽപ്പിക്കുന്നത്, വായനക്കാരാണ്. ഇത് ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് നമ്മൾക്ക് ജനങ്ങളിലെത്താൻ ഒരുപാട് വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബേസിക് പ്രശ്നം ഇവിടെ സ്ത്രീ പങ്കെടുക്കാൻ പാടില്ല, സന്യാസി ശ്രേഷ്ഠൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ, അല്ലെങ്കിൽ ദളിതർ പങ്കെടുക്കാൻ പാടില്ല, പിന്നോക്കക്കാരൻ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരു തിരിച്ചുപോക്കാണ്. തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞാൽ കേരളം വീണ്ടും ഭ്രാന്താലയമാക്കാനുള്ള ഒരു തിരിച്ചുപോക്ക്. അതിന് ഇടം കൊടുക്കാതിരിക്കാൻ ഇവിടുത്തെ എഴുത്തുകാർ കൂടുതൽ ജാഗ്രതയോടുകൂടെ നിലകൊള്ളണം. ആ രീതിയിൽ പ്രതികരിക്കാനുള്ള ശേഷി നമ്മുടെ ബുദ്ധിജീവികളും എഴുത്തുകാരും കാണിക്കണം. റൈറ്റ്. വളരെയധികം നന്ദി. PK പാറക്കടവ്, അഡ്വക്കേറ്റ് ആശ, KEN, K വേണു ഈ ചർച്ചയിൽ പങ്കെടുത്ത്, ശ്രീദേവി എസ് കർത്ത ഈ ചർച്ച